ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഹസ്ബൻഡിൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ് റെഡ് സോസ് പാസ്ത. ഈ ഡിഷിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇവയൊക്കെയാണ്. ക്രീം വേണം, ബട്ടർ, cheddar ചീസ്, പിന്നെ സവോള, പച്ചമുളക്, വെളുത്തുള്ളി അരിഞ്ഞത്, കുരുമുളക് പൊടി, വറ്റൽമുളക് ചതച്ചത്, ടൊമാറ്റോ കെച്ചപ്പ്, സോയ് സോസ്, പിന്നെ ടൊമാറ്റോയുടെ പേസ്റ്റ്. നമ്മൾ വീട്ടിൽ അരച്ച് തന്നെ എടുക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഡിഷിന് ആവശ്യമായിട്ടുള്ളത്. ഹസ്ബൻഡ് ഇടയ്ക്കിടയ്ക്ക് കുക്ക് ചെയ്യുന്ന ആളാണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് ഉണ്ടാക്കുന്നതിൽ വെച്ച് എൻ്റെ ഫേവറേറ്റ് ഡിഷ് എന്ന് പറയുന്നത് ഈ റെഡ് സോസ് പാസ്തയാണ്. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ ഡിഷ് എനിക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ പോലും അത് ഹസ്ബൻഡ് ഉണ്ടാക്കി കഴിക്കാനാണ് എനിക്ക് താല്പര്യം. ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇത്രയും ടേസ്റ്റ് കിട്ടത്തില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെല്ലൈക്കണും പ്രസ് ചെയ്തേക്കുക. ഈ ഡിഷ് തയ്യാറാക്കുന്നതിന് മുമ്പ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് പാസ്ത വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ പാസ്ത തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പാസ്ത വേവിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. പാസ്ത നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളം ഊറ്റി മാറ്റി വയ്ക്കാം. ഇനി സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കുക. പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ റീഫൈൻഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇത് ഓലിവ് ഓയിലാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. എണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. 4 പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ 3 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവോളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ചില്ലി ഫ്ലേക്സ് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം. സവോളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളകൊക്കെ ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരുന്ന ടൊമാറ്റോയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു വീട്ടിൽ ഭാര്യ തന്നെ കുക്ക് ചെയ്യണമെന്നൊന്നുമില്ല. ഇടയ്ക്കിടെ ഹസ്ബൻഡും കുക്ക് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം, അങ്ങനെയൊക്കെയാണ് വേണ്ടത്. ശരിക്കും രണ്ടുപേരും ഈക്വൽ ആണെങ്കിൽ മാത്രമേ ഒരു ഫാമിലി നല്ല സൂപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നിങ്ങളുടെ വീട്ടിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇതുപോലെ ഈക്വൽ ആയിട്ടാണ് എല്ലാ വർക്കും ഷെയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ടൊമാറ്റോ ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോഴേക്കും അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതിലേക്ക് ഇനി 1.5 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡബിൾ ക്രീമാണ്. ഇതിൻ്റെ ഒരു പകുതി ഭാഗം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ 1 കപ്പിൽ പകുതി ഒഴിച്ചു കൊടുത്താൽ മതിയാവും.
ക്രീമും മസാലപ്പൊടികളും ഒക്കെ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കുഞ്ഞ് പീസ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ക്രീം ചേർത്തതിന് ശേഷം ഇത് കുറച്ചുകൂടെ തിക്കായിട്ടുണ്ട്. അത് കാരണം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു 1/4 ഗ്ലാസ് വെള്ളം. അപ്പോൾ സംഭവം കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് വേവിച്ച് മാറ്റി വെച്ചിരുന്ന പാസ്തയാണ്. അതിപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. പാസ്തയുടെ മുകളിലായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത ചെഡാർ ചീസ് ചേർത്ത് കൊടുക്കാം. ചീസൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ വേണമെങ്കിൽ കസൂരി മേത്തി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് ഓപ്ഷനിലാണ് കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സംഭവം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. മറക്കാതെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.